പാലക്കുഴ പഞ്ചായത്തിൽ എൻ.ഡി.എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണവും നൽകി. ബി.ജെ.പി. പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി. ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി. സജീവ് ഉദ്ഘാടനം ചെയ്തു. മൈഗവ് സൈറ്റിലൂടെ നാം കൊടുക്കുന്ന പ്രപ്പോസൽസ് അത് അംഗീകരിക്കുവാൻ കഴിയുന്ന വലിയ ഹെൽപ്പ് ഡെസ്കുകൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ സംസ്ഥാന കാര്യാലയത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രപ്പോസൽ കൊടുക്കാൻ കഴിയും. ഇത് ക്ഷീരോത്പാദന സഹകരണ സംഘമാണ്. ഈ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവിടുത്തെ ക്ഷീര കർഷകരെ കുറിച്ച്, ക്ഷീര കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങളെ കുറിച്ച്, അവർക്ക് പശുവിനെ വളർത്തുവാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സൗകര്യം കൊടുക്കുവാൻ, പുല്ല് വളർത്തുവാൻ അതിനുവേണ്ടിയുള്ള സൗകര്യം കൊടുക്കുവാൻ, തീറ്റ മേടിക്കുവാൻ അതിനുള്ള സൗകര്യം കൊടുക്കുവാൻ, അതിനാവശ്യമായുള്ള സൗകര്യം കൊടുക്കുവാനൊക്കെ നമ്മുടെ ഗവൺമെന്റ് ക്ഷീരോത്പാദന മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ മിൽമ സൊസൈറ്റികൾ ഇവിടുത്തെ ആവശ്യമായിട്ടുള്ള സൗകര്യം കൊടുക്കുവാൻ പലപ്പോഴും ഈ സൊസൈറ്റികൾക്ക് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുക. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് പല സംസ്ഥാനങ്ങളിലും ഭരിക്കുമ്പോൾ, പല പഞ്ചായത്തുകളിലും നാം ഭരിക്കുമ്പോൾ, പല മുനിസിപ്പാലിറ്റികളും നാം ഭരിക്കുമ്പോൾ, പല കോർപ്പറേഷനുകളും നാം ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ക്ഷീര കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ, അവർക്ക് കൈത്താങ്ങി നിൽക്കുവാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അത്തരത്തെ എല്ലാം നടപ്പിലാക്കാൻ കഴിയുന്ന ഒട്ടനവധി പദ്ധതികൾ ഇവിടെയുമുണ്ട്. ആവാസ് യോജനപ്പെടുത്തിക്കൊണ്ട് വീട് കൊടുക്കുവാൻ കഴിയുന്ന പദ്ധതികൾ ഇവിടെ പൂർണ്ണമാക്കുവാൻ കഴിയുന്നില്ല. അവിടെ തന്നെ ചില കടിപിടികൾ നടക്കുന്ന അവസ്ഥ. എൻ്റെ മെമ്പർ എന്നുള്ള രീതിയിൽ കാണുന്നവർക്ക് കൊടുക്കുവാൻ മാത്രമായിട്ട് നിലയ്ക്കുന്ന രാഷ്ട്രീയത്തിന്റെ ചുവയോടെ അവർ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഗ്രാമസഭ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിലൊക്കെ അഴിമതി നിൽക്കുന്നു, സ്വജനപക്ഷപാതം നിൽക്കുന്നു. ആ രീതിയിലുള്ള ആളുകൾക്ക്, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുവാൻ, കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം കൊടുക്കുവാൻ, ആ രീതിയിലുള്ള പദ്ധതികളൊക്കെ കൊടുക്കുവാൻ കഴിയുന്ന ഒരു പദ്ധതി നമ്മുടെ ഈ നാട്ടിൽ ഉണ്ട്. അത് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ എല്ലാവർക്കും തൊഴിൽ എന്നുള്ള മേഖലയിൽ ഏത് തൊഴിലാണ് വേണ്ടത്, ആ തൊഴിൽ ചെയ്യുവാൻ കഴിയുന്ന മേഖല, അവർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയുന്ന പദ്ധതിക്ക് അനുസരിച്ചുകൊണ്ട് മുദ്രാ ലോണുകൾ കൊടുക്കുവാൻ, ആ മുദ്രാ ലോണുകൾ സംസ്ഥാന കമ്മിറ്റി അംഗം PR വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വലിയ പ്രശ്നമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് PC തോമസ് ഇവിടെ മത്സരിച്ച് പറഞ്ഞ ഞാൻ നിയോജക പ്രസിഡന്റാണ്. അന്നത്തെ റിസൾട്ട് നമ്മുടെ ഈ പാലക്കുഴ പഞ്ചായത്തിലെ മുഴുവൻ ബൂത്തുകളിലും NDAയുടെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്ത ഒരു പഞ്ചായത്ത് പാലക്കുഴ. ഒരു ബൂത്ത് പോലും അതിന് എക്സെപ്ഷൻ ഇല്ല. മുഴുവൻ ബൂത്തിലും NDAക്ക് ലീഡുണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് ഗുണമെന്താ? പാലക്കുഴ പഞ്ചായത്തിലെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് NDAക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാരമ്പര്യമുള്ളത്. ഇന്ന് ഇപ്പോൾ ഇവിടെ സ്വീകരിക്കപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥികളുണ്ടല്ലോ, നിങ്ങൾ ആരുടെ സ്ഥാനാർത്ഥികളാണ്? NDAയുടെ സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ അംഗീകരിക്കാനും അവരെ കൈപിടിച്ച അധികാരത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുവാനും കഴിയും എന്ന് തെളിയിച്ച ഒരു പഞ്ചായത്ത് നമ്മുടേത്. അതുകൊണ്ട് നല്ല ശുഭപ്രതീക്ഷ നമുക്ക് വയ്ക്കാം. സ്ഥാനാർത്ഥികൾക്ക് നൽകിയ സ്വീകരണത്തിന് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പാമ്പാക്കുട ഡിവിഷൻ സ്ഥാനാർത്ഥിയും SC മോർച്ച ജില്ലാ പ്രസിഡന്റുമായ അജീഷ് തങ്കപ്പൻ നന്ദി പ്രകാശനം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ, സെക്രട്ടറി ചെറിയാൻ ഇടമന, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സുജിത് VR, വൈസ് പ്രസിഡന്റ് ലാൽ കെ തോമസ്, മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് PM മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. അനൂപ് MS, ഷാജി പ്രഭാകരൻ, പ്രീജ അശോകൻ, സിനി ഹരികുമാർ, സ്മിത ജയൻ, ജോയി NC, ആശ അജീഷ്, അജിതകുമാരി, PK കുഞ്ഞ്, ജയൻ MR, അനൂപ് KR, ബിജു KK, തങ്കച്ചൻ, PB അശോകൻ, തങ്കപ്പൻ ആചാരി, മണി C, അനീഷ് MS, അനിൽകുമാർ CS തുടങ്ങിയവർ പങ്കെടുത്തു.